കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നായിരുന്നു. KSRTC 3-4 മാസങ്ങൾക്കുള്ളിൽ നമ്മളെല്ലാവരും ഞെട്ടിക്കാൻ പോവാന്ന്. ഓൾറെഡി നമ്മളൊക്കെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഞെട്ടലിന്റെ ക്ഷീണം തീരുന്നതിന് മുമ്പ് അടുത്ത ഞെട്ടലുണ്ടാക്കുവാണ്. അങ്ങനെയാണ് ഓൾറെഡി നമ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്ത് ഞെട്ടിക്കാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിന്റെ ന്യൂസ് ഇപ്പം നമ്മൾ അറിഞ്ഞായിരുന്നല്ലോ, കളർകോട് ആക്സിഡന്റ് നടന്ന സംഭവം. അതിനകത്ത് നമ്മൾ ഒരു ഫേസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ KSRTC നമ്മുടെ റോഡിൽ കൂടെ ഓടി വരുന്ന വരവൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഒരു വാഹനം കയറി വരുമ്പോഴത്തേക്ക് ഒരു ഓവർടേക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ, സ്പേസ് പോലും തരാതെ ഇവരങ്ങ് കയറി വരും. നമ്മൾ വേണമെങ്കിൽ മാറിക്കോണം, ഞാൻ കയറി വരും. ഈ സ്റ്റൈലിലാണ് KSRTCക്കാര്. ഇതിനകത്ത് അങ്ങനെ ഒരു ഫേസ് സംഭവിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളർകോട് സിഗ്നൽ എന്ന് പറയുന്നത് അവിടെ അത്രയും ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും സ്പീഡ് ഇവരെടുത്തിട്ടില്ല. നമ്മൾ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. കാറ് നേരെ വന്ന് KSRTC ഇടിക്കുന്ന ഒരു സീൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. ഈ കാറുകാർ ആക്ച്വലി ആ കാർ ഓടിച്ച വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരധികം എക്സ്പീരിയൻസ്ഡ് അല്ല. അവർ ജസ്റ്റ് ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് പോലും അധികം ആവാത്ത ആൾക്കാരാണ്. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയറി വരുമ്പോഴത്തേക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ലെഫ്റ്റിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റിലേക്ക് മാറ്റാനൊക്കെ നമ്മൾ ശ്രമിക്കും. ഇത് പെട്ടെന്ന് KSRTCക്കാരും ഗ്യാപ്പ് കൊടുത്ത് കാണത്തില്ല. സ്വാഭാവികമായിട്ടും ഇവർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. KSRTC ഒരു കാരണവശാലും അവർ ഗ്യാപ്പ് കൊടുക്കത്തില്ല. അവർ കയറി വന്ന് കാണും, കുട്ടികൾ പാനിക്കായി കാണും, അവരുടെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ട് പോയി ഇടിക്കുകയാണ് ഉണ്ടായത്. അത് ആർക്കാണെങ്കിലും മനസ്സിലാകും. അല്ലെങ്കിൽ ഇപ്പം ഇത് ഒരുപാട് കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തിലൂടെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സീറ്റർ വണ്ടിയിൽ 11 പേരെ വെച്ചുകൊണ്ടൊക്കെയാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വന്നതുകൊണ്ട് അവരുടെ തലയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. KSRTC ബസ് ഓടിച്ച ആൾക്കാരുടെ പേരിൽ ഒരു നിയമ നടപടികളും ഇല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് KSRTC പോലുള്ള വാഹനങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അല്ലാതെ നമ്മുടെ ഇവിടെ നിയമം നടപ്പാക്കാനിരിക്കുന്നവർ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട.